മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി BS6 മോഡലാണ്. നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിരിക്കുന്നത്. ജന സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഓടിച്ചു നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ ജന സർവീസിന് വേണ്ടി നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇത്തവണത്തെ ഒരു ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ഇറക്കിയതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് ഹബിൻ്റെ ഉള്ളിൽ. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ടയർ അത്യാവശ്യം ആയിട്ടുണ്ട്. അടുത്ത സർവീസൊക്കെ ചെയ്യുമ്പോഴേക്കും മാറ്റാനാവും സർവീസ് ടയർ, ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവ് ഒന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കി. ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എയർ ഫിൽറ്റർ മാറ്റേണ്ട 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ ഒരു 11,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ഓരോ 12,000 കിലോമീറ്ററാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യം പൊടിയും ബ്ലോക്കും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ കൂടി ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.42 ആ റേഞ്ച് വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിലിപ്പോൾ ബാറ്ററിക്ക് വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഒരു 9 വരെ വോൾട്ടൊക്കെ താഴോട്ട് വരുന്നുണ്ട്. ഒരു 8 വോൾട്ടിനൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് പോകും. ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഡിസ്ക് പാഡൊക്കെ ഉപയോഗിക്കാണ്ട് അത് നമുക്കതൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലും പിന്നെ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിലും മാറ്റാറായിട്ട് അപ്പോൾ എഞ്ചിൻ ഓയിലോട് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിലിപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗാണ് ഇപ്പോൾ സ്പെയറായിട്ട് മാറ്റുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, പിന്നെ വാട്ടർ സർവീസ് ചെയ്യണം, ജനറൽ സർവീസ് ഇതൊക്കെയാണ് വരിക. അപ്പോൾ അത് ചെയ്തു വരുന്നതിനൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.